എടേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കണത്? ഇവിടെ മാങ്ങാണ്ടി നിക്കർ പോലും ഇല്ലാതെ 3-ാം നമ്പർ സെല്ലിൽ കിടന്ന് ഉറങ്ങുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു വേട്ടാവളിയും കഴുകിയിട്ട അവന്റെ കോണകം കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തായാലും ഈ വേട്ടാവളിയൻ എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വരി. പറടാ വേട്ടാവളിയ. നമസ്കാരം, ഞാൻ ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു, പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഡേയ്, കേട്ടില്ലേടേ ആ വേട്ടാവളിയനെ പറയാനുള്ളത്? അവന് മറ്റേ BJP പ്രസിഡന്റിന്റെ ഒരു ഫോട്ടോ ഇട്ടപ്പോ ഓന ആരൊക്കെ തെറി വിളിച്ചെന്ന്, ഓന ആരൊക്കെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തിയെന്ന്. ഡേയ് മോണെ, ആരാണ് കക്കൂസിന്റെ ടാങ്ക് പൊളിച്ചിട്ട് ജയിലിൽ പോവാൻ നോക്കണത്? അല്ല, നീ ആരാണെന്നാണ് നിന്റെ വിചാരം? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് കഴിക്കുകയാണ്. നീ ആരാണ്? മറ്റേ മൊണകൊണാഞ്ചൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മുണഞ്ഞ പരിപാടിയിൽ കിടന്ന് പങ്കെടുത്തിട്ട് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഇറങ്ങിപ്പോയ ഒരു മയ്യോളി അല്ലേടേ നീ? അല്ലേ? മറ്റേ എന്താ ഒരു വവ്വാലിനുണ്ടായ വേറൊരുത്തുണ്ടല്ലോ, എന്താ അഖിൽ മാരാരി. അഖിൽ മാരണം. ഓനൊരുക്കാൻ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് ഊക്കി പറഞ്ഞു വിട്ടല്ലേടേ നീ? അപ്പൊ പഴയ പോലെ റീച്ചൊന്നും ഇല്ല അല്ലേ? ശരി തന്നെ. അപ്പൊ റീച്ചിന് വേണ്ടി കുറച്ച് വർഗീയത അളിയം പിടിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ കുറച്ച് വർഗീയത പിടിച്ചു കഴിഞ്ഞാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നു. യവൻ മറ്റേ ലവന്റെ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ലവും കൊടുത്തപ്പോൾ ആരൊക്കെ അവനെ ഭീഷണിപ്പെടുത്തി തെറി വിളിച്ച് പിന്നെ ഓന അങ്ങ് കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ കക്കൂസിന്റെ ടാങ്കും പൊളിച്ചിട്ട് ആൾക്കാർക്ക് പോകാൻ വേണ്ടിയല്ലേ ക്യൂ ലീക്കണത്. ഡേ വേട്ടാവളിയാ, വക്കോട്ടിയോന, നീ ആരെന്നാണ് നിന്റെ വിചാരം? അല്ല, നീ ആര്? മമ്മൂക്കായ, ലാലേട്ടനാ, അല്ല ദിലീപ, അല്ല ജയറാമ, അല്ലെങ്കിൽ സുരക്ഷോ എണ്ണനാ? ആരുടെ നീ? ഒരു വക്ക് പൊട്ടിയ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അതിൻ്റെ അകത്ത് കുറെ ഊളയോളി ഫാൻസിനെ ഉണ്ടാക്കി ഒരു മലരി. അല്ലാണ്ട് നിനക്കുള്ള പ്രിവിലേജ് എന്താണ് ഇവിടെ? പറ. നീ ആരുടെ ഫോട്ടോ വേണമെങ്കിലും ഇടടാ. നിന്നെ ആര് ഭീഷണിപ്പെടുത്തിയെന്ന്, നിന്നെ ആര് കൊല്ലുമെന്ന് പറഞ്ഞെന്ന് നീ ഒന്ന് ആ കമന്റ് ഒന്ന് കാണിച്ചാണ്. നീ ആൺകുട്ടിയാണെങ്കിൽ നീ ആ ഒരു കമന്റ് കാണിച്ചാണ്. നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ കമന്റ് ഒന്ന് കാണിച്ചാണ്. കക്കൂസിന്റെ ടാങ്ക് പൊട്ടിച്ചിട്ട് ആരും ഇന്നവരെ ജയിലിൽ പോയ ചരിത്രമില്ല, മനസ്സിലായ? നീ പിന്നെ പറഞ്ഞായിട്ട് ഞാൻ BJP ആവും, ഞാൻ സംഖ്യ ആവും, അതാണ്. നീ BJP ആവേ സംഖ്യ ആവേ, അത് നിന്റെ ഇഷ്ടം. അത് നീ ഏത് പാർട്ടി തിരഞ്ഞെടുക്കാനുള്ളത് നിന്റെ ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? നീ വന്നിട്ട് ഇതിൽ കിടന്ന് ഡയലോഗ് അടിക്കുന്ന എന്തിന്? എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇത് BJP-ക്കാരോടായാലും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരോടും എല്ലാവരോടും കൂടിയുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ മൈരനൊന്നും റീച്ചില്ലാതെ വരുമ്പോൾ ഇവനൊക്കെ കാണിക്കുന്ന ഊളത്തര പരിപാടിയാണ് വർഗീയത, മനസ്സിലായ? BJP-ക്കാരോട് പറയാനുള്ളത്, ഇവനൊക്കെ വർഗീയമായിട്ട് എങ്ങെന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കൂട്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ച് സപ്പോർട്ട് കൊടുക്കും. അല്ലാണ്ട് ഈ വേട്ടാവളിയനെയൊക്കെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ആർക്കാണ് സമയം? അല്ല, ഈ വയ്യാവേലി, ഈ വവ്വാൽ ആരാണ് ഒന്ന് പറയും. ഇവൻ ആരാണ്? ഞാൻ തന്നെ കണ്ടത് ഈ ബിഗ് ബോസിൽ കിടന്ന് ഇവൻ എന്തോ അലർന്ന ഏതോ ഒരു ഷോട്ടാ എന്തൊക്കെയാ ഞാൻ കണ്ടിട്ടുള്ളത്. അല്ല, നിങ്ങൾ പറയും, ഇത് ഏത് വവ്വാലാണ് ഇവനെ ഭീഷണിപ്പെടുത്തിയെന്ന്? തേങ്ങാക്കൊലയാണ്. ഇപ്പോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി മേലെ ഇവിടെ കിടന്ന് നീ കോണ അടിച്ചു കഴിഞ്ഞാൽ പൈലെ കാലേവാരി ഫിക്തിയിലടിക്കും. ഓനെ കൊല്ലാൻ പോയ നാരി കക്കൂസിന്റെ ടാങ്ക് ചവിട്ടി പൊട്ടിച്ചിട്ട് ജയിലിൽ പോകാൻ നോക്കണം. പോടാ അഴിക്ക വേട്ടാവളിയെ പൈലെ ഏരിയ കണ്ടുപോലെ കേട്ടാ. കാളാഴിക്ക പൈലി അവന്റെ കാണാ ഡയലോഗും.